കാപ്പിയാ? ആയിക്കോട്ടെ. എന്താ കാണാത്തത് ഞാൻ മേനോട് ചോദിക്കാൻ തുടങ്ങായിരുന്നു. ഉമ്മർത്ത് വന്നിട്ട് നേരേശിയായേ. ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കുലുക്കുഴിയണം, മുറിക്കാനാണേ. അമ്മയ്ക്കൊരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട എന്റെ മോളെ. എനിക്ക് നിങ്ങളുടെ പ്രായമൊന്നല്ല തോന്നണ സമയത്ത് ഓരോന്ന് കഴിക്കാൻ. ആവൂ, ആർക്കാ ഇപ്പൊ ഇത്ര പ്രായേ? അമ്മയ്ക്കാ? അമ്മയല്ലേ ഉള്ളൂ, അമ്മയൊന്നും ആയില്ലല്ലോ. അമ്മുമ്മേന്ന് വിളിക്കാൻ ആരുല്ലെന്നേ ഉള്ളൂ. ആ പ്രായമൊക്കെ എപ്പോഴേ ആയെന്റെ തമ്പുരാനെ. ആ ഇനി ഏത് കാലത്താണാവോ? കൃഷ്ണ, ഐശ്വര്യമുള്ള ഒരു മരുമോളെ കിട്ടുക എന്ന് പറയണതാ ഒരമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം. ആ അമ്മയെ തലണ ഒരു മരുമോളും 10 കിടാങ്ങളുമാണെന്ന് വെച്ചാൽ എന്താവും സ്ഥിതി? ആ കാര്യത്തിന് ഞാൻ ഭാഗ്യവതിയാ. ഇവിടെ ഞാനാ പോയി കണ്ടെത്തി പിടിച്ചേ. അല്ല, അതൊരു ഭാഗ്യാണ്. അമ്മയൊരു കുട്ടിയെ കാണുക, ആ കുട്ടിയെ കെട്ടാൻ മകൻ തയ്യാറാവുക, ഇത് കൂടുതലിപ്പോ എന്താ വേണ്ടേ? പിന്നുള്ളതൊക്കെ വഴിയെ ആയിക്കൊള്ളുന്നേ. ആ അങ്ങനെ ആശ്വസിക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? പഴയ ഒരു ചൊല്ലുണ്ട്. ഇപ്പൊ മൂന്നമ്മേനും സാവിത്രിക്ക് ഇഷ്ടാവും നടക്കില്ല. പഴയതല്ലേ, അമ്മയ്ക്ക് ഇഷ്ടാവും, അതുറപ്പാ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചണ്ണകം പൂകാൻ ചന്ദനം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനിനിമാർകളായാൽ അടക്കം വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു, ഊണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു, പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു, നാടായാൽ നൃപൻ വേണം, അരികിൽ മന്ത്രിമാർ വേണം, നാടിനു ഗുണമുള്ള പ്രജകൾ വേണം, നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. മങ്ങാട്ടച്ഛന് ന്യായം നല്ലു, മംഗല്യത്തിനു സ്വർണ്ണേ നല്ലു, മങ്ങാതിരിപ്പാൻ നീല വിളക്കു നല്ലു, പാല്യത്തച്ഛനുപായം നല്ലു, പാലിൽ പഞ്ചസാര നല്ലു, പാരാതിരിപ്പാൻ ചില പദവി നല്ലു. ഇങ്ങനെ ഒരുപാടുണ്ട് ഈ ചൊല്ല്. ഒരു സ്വയംകൃതി ഉണ്ട്, കേൾക്കണോ? മാനിനിമാർകളായാൽ അടക്കം വേണം, അടക്കത്തിലൊതുക്കവും, ഒതുക്കത്തിൽ വഴക്കവും, വഴക്കത്തിൽ പുതുങ്ങിയ രതിയും വേണം. രസികൻ രസികൻ രസികൻ. തമ്പുരാൻ എന്ന് വെച്ചാൽ തമ്പുരാൻ തന്നെ. ഒരു ചെറിയ വെൺമണിയും കൂടിയാ അല്ലേ? വെൺമണി മാത്രമല്ലേ, കുട്ടല്ല പേർച്ചാലും സാക്ഷാൽ കൃഷ്ണന്റെ തന്നെയാ നക്ഷത്രം. പ്രകൃതവും
തമ്പുരാന്റെ ഈ വക ഐറ്റംസ് ഉള്ളവരെ ഞാനിപ്പോഴാ അറിഞ്ഞു. ഇതോ ഇനി എന്തെല്ലാം ഐറ്റംസ് കിടക്കണു എന്റെ മേന്നെ. തമ്പുരാൻ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാറില്ലല്ലോ. വേണ്ടെന്ന് വെച്ചിട്ടാ ഇറങ്ങാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നാലല്ലേ ഇറങ്ങാൻ പറ്റുന്നതാണ് നായരെ. ഇപ്പോ മൂന്നമ്മനുണ്ട്, നായരുണ്ട്, സന്ദർഭങ്ങളായി ഇറങ്ങാം, ബന്ധപ്പെടാം. ഈ ബന്ധപ്പെടുന്നതിലല്ലേ എന്റെ നായരെ ജീവിതത്തിന്റെ ഒരു സുഖവും സന്തോഷമൊക്കെ. ഞാൻ നടന്നുള്ളൂ, ഞാൻ ഇറങ്ങായി. അല്ല ഇവിടെ വരെ വന്നിട്ട് ഇനിയിപ്പോ നായരുടെ വീട്ടിലൊന്നും കേറില്ല, അതൊരു വരാതെ വേണ്ട. ആയിക്കോട്ടെ, എനിക്ക് അങ്ങനൊന്നുമില്ല കേട്ടോ.